നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം നമുക്ക് ബൾക്കായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇതുപോലുള്ള കാർഡ്ബോർഡ് റോള്. എനിക്ക് തോന്നുന്നു മെറ്റീരിയൽ ഷോപ്പിൻ്റെ ബാക്ക് സൈഡിൽ, അതുപോലെ തന്നെ നമ്മൾ ഈ സോഫ ബെഡൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി അധികം കിട്ടും. കാരണം ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ റോളായിട്ട് വരുന്നതാണെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല എന്തിൻ്റെ ആണെന്ന്. നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഏകദേശം അളവ് പറയുകയാണെങ്കിൽ നമ്മളൊരു കൈയിൻ്റെ ഒക്കെ ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ നമ്മളൊരു വൈറ്റ് നമ്മുടെ എയർ ഡ്രൈ ക്ലേ ആണ് പരത്തിയെടുക്കുന്നത്. ശേഷം നമ്മളുടെ മോൾഡ് വെച്ചിട്ട്, ക്ലേ മോൾഡ് വെച്ചിട്ട് ഇതുപോലെ ലീഫ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വർക്കാണ്. അപ്പോൾ ആ ഒരു ലീഫിലേക്ക് കുറച്ച് ഡിസൈൻ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെന്നിൻ്റെ ടോപ്പാണ് യൂസ് ചെയ്തത്. അപ്പോൾ കയ്യിൽ ഇങ്ങനെയൊന്നും ഇല്ല, ടൂളൊന്നും ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം പെന്നൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എന്തെങ്കിലും കട്ടിയുള്ള പെന്നിൻ്റെ നിബോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇത് ഫെതേഴ്സാണ്, നമ്മുടെ മയിലിൻ്റെ പീലിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. ഇനി ഇതുപോലെ ക്ലേ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ നമുക്കതിലേക്ക് ആ ഒരു റോളിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഒരു മരമൊക്കെ പോലത്തെ ഒരു ലുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്തെടുത്തതിന് ഭയങ്കര വൃത്തിയായിട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കണക്ട് ചെയ്യുന്ന പോർഷൻ കുറച്ചും കൂടി നീറ്റാക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ കുറേ ശിഖരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം കുറേ നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ഇത് ഉണങ്ങിയിട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിലേക്കുള്ള കാര്യങ്ങൾ, അതായത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു നൈറ്റ് ഞാൻ കംപ്ലീറ്റ് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടി ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ ശിഖരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ ഒരു ഫെതേഴ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് മരത്തിന് കുറേ ഇങ്ങനെ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തൊരു ഗ്രിപ്പ് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഒരു കറക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആ ഒരു ഫെതേഴ്സും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫെതേഴ്സ് മാത്രം മതിയെന്ന് വെച്ചാൽ അല്ല, നമുക്കവിടെ മയിലിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു പൊസിഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫെതേഴ്സ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. താഴ്ന്ന് മുകളിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു 1 by 1 ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മയിലിൻ്റെ ബോഡി ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ആ ഒരു ബോഡീൻ്റെ ഷേപ്പിന് കണക്കായിട്ട് എയർ ഡ്രൈ ക്ലേ നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ്, ഒരു പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് മയിലിനെ പോലെ തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എനിക്കൊരു കൊക്കെല്ലാം പോലെ തോന്നുന്നുണ്ട്. കൊക്ക് എന്ന് പറഞ്ഞാൽ കൊക്കറിയാലോ, മറ്റേ വയലിലൊക്കെ വന്നിരിക്കുന്നത് ആ ഒരു സംഭവം പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ നമ്മളൊന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മയിലിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഒരു പെയറായിട്ടിരിക്കുന്ന പോലെ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ 2 മയിലിനെ നമ്മൾ അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഫെതേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു കണക്ട് ചെയ്യുന്ന പോർഷൻ നല്ല രീതിയിൽ ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞ് ഫെതേഴ്സും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് തല ഞാൻ പൊക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 മയിലിൻ്റെയും ബോഡി നമ്മൾ ചെയ്തെടുത്തിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് ഫെതേഴ്സ് ഒട്ടിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കണക്ട് ചെയ്യുന്ന പോർഷൻ കുറച്ചൊന്ന് ബ്ലെൻഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ക്ലേ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഫെതേഴ്സ് പോലെ നമ്മളൊന്ന് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മാറ്റി വെക്കാം. വെയിലത്തൊന്നും കൊണ്ടുവെക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം വെയിൽ കൊണ്ടിട്ട് ഉണങ്ങിയാൽ ചിലപ്പോൾ ആ ഒരു ഡ്രൈ ക്ലേ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നിർത്തിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആ ഒരു ശിഖരങ്ങൾക്കെല്ലാം കുഞ്ഞു 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 ലീഫും കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒക്കെ കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലേ പരിപാടി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്തിനതായിട്ട് കുറക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും കൂടി റെഡിയാക്കി എടുത്തതിന് ശേഷം മരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ലീഫിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് എല്ലാം കൂടി നമുക്ക് കളർ ചെയ്ത് വന്നപ്പോൾ നല്ല കിടുക്ക മറക്ക തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ഡെക്കോറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്ലേ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, കുറച്ചധികം മെനക്കേടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ മെനക്കെട്ടാലും റിസൾട്ട് നല്ല കിടുവായിട്ട് തന്നെ കിട്ടും, ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ചധികം സമയം എടുത്ത് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഉണങ്ങി കിട്ടിയപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി പെയിൻറ്റിങ് പരിപാടിയാണ്. നിങ്ങൾക്ക് എന്താണോ കളേഴ്സ് ഇഷ്ടം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ തുടങ്ങി വന്നതെങ്കിലും ഡാർക്കിലാണ് അവസാനിച്ചത്. എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് അറിയായിരിക്കും ഞാൻ എത്രത്തോളം ഡാർക്ക് കളേഴ്സിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. അറിയില്ല, ഞാൻ എന്ത് ചെയ്തു വന്നാലും ലാസ്റ്റിക്ക് ഡാർക്കിലെത്തും. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോൾ ചെയ്തൊരു സെറ്റപ്പ് നിങ്ങൾ കണ്ടായിരുന്നോ?
യെല്ലോ കളർ പെയിൻ്റ് അടിച്ചപ്പോൾ അത് അത്രയും വിസിബിളായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലത്തെ ആ ഒരു കളറൊക്കെ ഭയങ്കര എടുത്ത് കാണിക്കുന്നു. ഞാൻ ഇതിൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു. അപ്പോൾ സെറ്റായിട്ട് കിട്ടി. ഞാൻ ഫസ്റ്റ് ടൈം വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ സംഭവം വിചാരിച്ച പോലെയല്ല, വർക്കിംഗ് ആണ്. കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു ബേസ് കിട്ടാൻ വേണ്ടി നമുക്കത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലുള്ളൊക്കെ ഐഡിയ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെയൊക്കെ നമ്മളൊന്ന് ഒരു ഓറഞ്ചിഷ് യെല്ലോ ഒരു ബ്ലെൻഡഡ് ലുക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു മണ്ടത്തരം പറ്റിയ എന്താ വെച്ചാൽ ബാക്കിൽ എന്തോ ഒരു സ്റ്റിക്കർ എഴുതിയതൊക്കെ ഉണ്ടോ, അത് കവർ ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കി, പറ്റുന്നിടത്തോളം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങളെടുക്കുന്ന റോളിൽ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. നമുക്ക് ഫ്ലവേഴ്സിനൊക്കെ റെഡ് കളർ കൊടുക്കാം. റെഡ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ബേസ് കളർ എന്താണോ കൊടുത്തത് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ ഒരു ബേസിൽ നിന്ന് അട്രാക്റ്റീവായിട്ട് എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള കളേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ക്ലേയിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യുക, വെള്ളം ഒട്ടും ചേർക്കാണ്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ കിട്ടും. ഇനി നമുക്ക് പീകോക്കിന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ബ്ലൂ കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ മാത്രമല്ല എന്നറിയാലോ, ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ്. അതിൻ്റെ ഇടയിൽ കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫെദേഴ്സിന് കംപ്ലീറ്റ് ഇതുപോലെ ബ്ലൂ കളർ നമ്മൾ കൊടുത്തതിന് ശേഷം ആ ഒരു കുഞ്ഞു കുഞ്ഞു പോർഷൻ നമ്മൾ വിട്ടിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു പോർഷനൊക്കെ ഗ്രീൻ കളർ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു യെല്ലോയിൽ ബ്ലൂ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി അട്രാക്റ്റീവ് ആയിട്ടുണ്ടല്ലേ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ഈ യെല്ലോ ബ്ലൂ ഒക്കെ കോമ്പിനേഷൻ. അതുപോലെ തന്നെ ഓറഞ്ചിൽ നല്ല നല്ല യെല്ലോ ഷെയ്ഡ്, അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ കൂടെ ബ്ലാക്ക് കളറ്, ഇതൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻസ് ഒക്കെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി ടൈം എടുത്ത് ചെയ്തൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനും ഇനി ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡൊക്കെ വെച്ചിട്ട് ആ ഒരു പീകോക്കിൻ്റെ ഫെദേഴ്സൊക്കെ നല്ല രീതിയിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എം ടി ആയിട്ട് തോന്നുന്ന ഭാഗങ്ങളൊക്കെ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ലീഫിനൊക്കെ കളർ ചെയ്തെടുക്കണം. ആ ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെ എനിക്കൊന്ന് ഫില്ല് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ആ ഒരു ടൈം തന്നെ ഞാൻ ചെയ്തു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്ക് മയിലിൻ്റെ ആ ഒരു ബോഡി പോർഷനിലും കൂടെ ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു കളർ തന്നെ മരത്തിനെയും കൂടി ഒന്ന് കൊടുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മയിലൊന്ന് ഫിനിഷ് ചെയ്യാം, അതിന് ശേഷം മരത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതുപോലെ വൈറ്റ് കണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ആ രണ്ട് മയിലിന് നമ്മൾ കളർ ചെയ്തെടുത്തു. ഇനി ലീഫിന് കംപ്ലീറ്റ് നമുക്ക് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു യെല്ലോയിഷ് ഗ്രീനാണ് യൂസ് ചെയ്തത് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീനാണ് പിന്നീട് നന്നായതെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ കളർ ഒന്നും കൂടി മാറ്റി. അപ്പോൾ നല്ല ഡാർക്ക് ഗ്രീൻ കൊടുത്തു. ഇനി നമുക്ക് ആകെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഭാഗം എന്ന് വെച്ചാൽ ആ ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾ മാത്രമാണ് കേട്ടോ. അതും കൂടി നമുക്കൊരു ബ്രൗൺ കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെയോ കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് അവസാനം ഇങ്ങനെ ഒരു കളേഴ്സിലെങ്കിലും ആ ഒരു പാറ്റേൺ എത്തിച്ചത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കളറാണ് മിക്സ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഗ്രീൻ, ബ്രൗൺ, ഗ്രീനിൻ്റെ കൂടെ ബ്ലൂ ചേർത്തു, റെഡ് ചേർത്തു, അങ്ങനെ എന്തൊക്കെയോ കളേഴ്സ് ചേർത്തിട്ടാണ് ഈ ഒരു കളറിൽ എനിക്ക് എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ കുറച്ച് കളേഴ്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ബ്ലാക്കാണ് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി താഴെ ഈ ഒരു ഡെക്കോറിൻ്റെ താഴെ നമുക്കിത് ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു ഡെക്കോറിൻ്റെ താഴെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. കാർഡ്ബോർഡ് റോൾ തന്നെ നല്ല കട്ടിയിലെ കാർഡ്ബോർഡ് റോൾ എടുക്കാം. അതൊരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ താഴെ വശത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അതവിടെ കവറായിട്ട് കിട്ടും. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റോള് വെച്ചിട്ട് തന്നെ അളവെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അടിഭാഗം ഒന്ന് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഫൈനൽ ലുക്ക് ഇതാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഒരു ഒരു ഡെക്കോർ നമുക്കൊരു ലിവിങ് ഏരിയയിൽ അതല്ലെങ്കിൽ ഒരു ഹാളിലൊക്കെ സെറ്റ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചുമ്മാ കളഞ്ഞ ഒരു കാർഡ്ബോർഡ് റോളായിരുന്നു നമ്മൾ ഇങ്ങനെയാക്കി മാറ്റിയത്. കുറച്ചധികം കഷ്ടപ്പെട്ടു. എന്തായാലും ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കിനി എന്ത് തോന്നുന്നു എല്ലാം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കിഡിലിനായിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ സേഫ് ആയിരിക്കുക. സീ യു.